എന്തൊരു തണുപ്പാണേ. ഈ തണുപ്പ് നല്ലതാണ്. നീയും എന്റെ കൂടെ അടുത്തുള്ളപ്പം ഒരു ഹണിമൂൺ ഊട്ടി പോയ ഒരു പ്രതീതി. അയ്യടാ, അങ്ങനെ ഹണിമൂണിന് പോവാനാണെങ്കിലേ ഭാര്യനെ കൊണ്ടുപോയാ മതി. അതിനെനിക്ക് ഭാര്യയില്ലല്ലോ. അതെനിക്കറിയാലോ. അപ്പൊ അത് അറിഞ്ഞു വെച്ചോണ്ടാണ് നീ എന്നോട് ഇങ്ങനെ കണ്ടാ. ഇതെന്താ ഇത്? പാസ്പോർട്ടും വിസയും. പാസ്പോർട്ട് എടുക്കണേന് ഇത്ര വലിയ വിഷയമാണോ? പാസ്പോർട്ട് എടുക്കുന്ന ഒരു വിഷയം ഉണ്ടെന്ന് ആര് പറഞ്ഞു? അല്ല, പാസ്പോർട്ട് വിഷയാന്ന് പറഞ്ഞു. എടി, പാസ്പോർട്ടും വിഷയവും അല്ല, പാസ്പോർട്ടും വിസയും. പാസ്പോർട്ടും വിസയൊക്കെ എടുത്തിട്ട് എങ്ങടെ പോണേ? എടി, ഞാൻ മലേഷ്യക്ക് പോവാണ്. മലേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബറിന്റെ കേന്ദ്രമല്ലേ കുഞ്ഞെ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് 3000 മരം ഉണ്ട് വെട്ടാൻ. 3000 മരം വെട്ടി ഞാൻ നല്ല കാശുകാരനായിട്ട് തിരിച്ചു വരത്തുള്ളൂ. അപ്പൊ ഈ 3000 മരം അങ്ങ് ഒറ്റക്ക് വെട്ടായിരിക്കും അല്ലേ? ഒറ്റയ്ക്ക് വെട്ടാൻ പോവാന്ന് ആര് പറഞ്ഞു? പിന്നെ എടി, ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിനക്ക് ഞാനൊരു വിസ അയച്ചു തരും. ആ വിസ കിട്ടിയാൽ ഉടനെ തന്നെ നീ അടുത്ത ഫ്ലൈറ്റ് കയറി അങ്ങ് വരണം. അവിടെ നമ്മൾ രണ്ടുപേരോടെ ചേർന്ന് ഈ 3000 റബ്ബറും വെട്ടി തള്ളി നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് അവിടെ ഒരു വീടൊക്കെ മേടിച്ച് റബ്ബർ ബന്ധ് പോലത്തെ 5-6 കുട്ടികളൊക്കെ ആയി. നമ്മള് റബ്ബറിന്റെ പണിക്കാരല്ലേ, റബ്ബർ വെട്ടുന്നവരല്ലേ. അപ്പൊ റബ്ബർ ബന്ധ് പോലെ അവര് തെറിച്ച് നടക്കട്ടെ. അല്ല, അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മള് മലേഷ്യ പോയാ ഈ തോട്ടം നമ്മൾ ആരെ ഏൽപ്പിക്കും? അതല്ല, ഞാൻ നമ്മുടെ ശരത്തിനെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അവനെ പഠിപ്പിച്ചെടുത്താൽ മതി. അവൻ ഈ തോട്ടം നോക്കിക്കോളും. നമുക്ക് മലേഷ്യക്ക് പോവാം. അപ്പൊ നമുക്ക് പറക്കാം. നിന്നോട് എപ്പോ വരാനാടാ പറഞ്ഞത്? 4 മണിക്ക്. ഇപ്പൊ സമയം എത്രയായി? 4 കഴിഞ്ഞ്. നീ വിളിച്ച ഫോൺ എടുക്കാത്ത എന്താണ്? അവൻ വെള്ളം ഒടിച്ച് വെള്ളോടത്തും കിടക്കായിരിക്കും. വെള്ളം ഒടിച്ച് കിടക്കുമായിരുന്നു. നീ വെള്ളം ഒടിച്ച് കിടന്നല്ലേടാ? സത്യം പറയാല്ലേ, ഇന്നലെ ഇത്തിരി ഓവറായി പോയി. കണ്ടാ, നിന്റെ മുഖം കണ്ടാൽ അറിയാം നീ ആൽക്കഹോളിക്കാന്ന്. നിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് നീ ആൽക്കഹോളിക്കാന്ന്. എല്ലാരും പറഞ്ഞു ഞാൻ ആൽക്കഹോളിക്കാണെന്ന്. എന്തുവാണ് ഈ ആൽക്കഹോളിക് എന്ന് വെച്ചാൽ എന്തുവാ? ആൽക്കഹോളിക്കാന്ന് പറഞ്ഞാൽ അറിയില്ല. അത് ഉദാഹരണത്തിന് ഇപ്പൊ ഈ 8 മരമില്ലേ ഇവിടെ നിൽക്കുന്നേ, ഈ 8 മരം ആൽക്കഹോളിക്കായി ഒരു മനുഷ്യൻ നോക്കിയാൽ അത് 16 മരമായിട്ടേ തോന്നത്തുള്ളൂ. 4 മരമല്ലേ ഉള്ളത്? 4 മരമേ ഉള്ളൂ. 1 2 3 4 വരെ ഉള്ളു ഇവിടെ. എനിക്ക് മനസ്സിലായി ആരാ കീടോന്ന്. അപ്പൊ പിന്നെ സമയം കളയണ്ട. എടി, ഞാൻ അവനെ വെട്ടുപിടിപ്പിക്കാനുള്ള പരിപാടി നോക്ക്. അല്ല, ഞാൻ സത്യം ഒരു കാര്യം പറയട്ടെ. ഞാൻ വിളിച്ചോണ്ട് വന്നേ ഉള്ളൂ. എനിക്ക് റബ്ബർ തൊട്ട് ഇഷ്ടമൊന്നുമല്ല. റബ്ബറിന്റെ കറയും ഷീറ്റിന്റെ നാറ്റവും എനിക്ക് നിർത്താ. നീ ഒരു റബ്ബർ പണിക്കാരായ എന്റെ മുമ്പ് ഇന്ന് റബ്ബറിനെ കുറ്റം പറയുന്നു. ഈ റബ്ബറിന്റെ ഗുണഗണങ്ങളെ കുറിച്ച് നിനക്ക് വല്ലതും അറിയാവോ? റബ്ബറിന്റെ ഗുണഗണങ്ങൾ അതിനെപ്പറ്റി നിനക്കറിയാമോ? എടാ, വണ്ടിയുടെ ടയറ്, മൊബൈലിന്റെ കവറ്, പിന്നെ നീ രാത്രി സുധയുടെ വീട്ടിൽ പതുങ്ങി പോകുമ്പോഴേ ഇടത കയ്യിൽ ഒരു സാധനം പിടിച്ചോണ്ട് പോവല്ലോ, ചെരുപ്പ്. ഈ ചെരുപ്പൊക്കെ ഉണ്ടാക്കുന്നത് ഈ റബ്ബർ കൊണ്ടാണ്. മനസ്സിലായോ? നീ വായി നോക്കി നിൽക്കാതെ ഈ വെട്ടുപിടിക്കാൻ നോക്ക്. എന്താ വെട്ടുപിടിക്കാൻ? എടാ, നിന്നെ പഠിപ്പിച്ചെടുത്തിട്ട് വേണം എനിക്കങ്ങ് മലേഷ്യയിലൊക്കെ പറക്കാൻ. അതുകൊണ്ട് അപ്പൊ റബ്ബർ വെട്ട് പഠിക്കണം. ഒന്ന് പഠിപ്പിച്ചു കൊടുറി. എന്നെ പഠിപ്പിക്കാനാ? എന്നാ മരപ്പണി അറിയാവുന്ന 1-ാം തരം ആശാരിയാണോ ഞാൻ? മരത്തിലാ ശില്പം വരെ കൊത്തും. പിന്നെയാണ് ഈ ചീള് കേസ്. മരത്തിൽ കൊത്താ നീ ആരാടാ? മരം കൊത്തിയാണോ? ഇവിടല്ലേ? ഇവിടെ തന്നെ. ഇതൊക്കെ നിസാര പണിയില്ലേ? ആശാരി പണി അറിയാവുന്ന നമ്മൾ എന്തായി കാണിച്ചത്? എങ്ങനെയല്ലേ വെട്ടുന്ന മരം? നീയാണോടാ വലിയ പെരുന്തച്ചനാന്ന് പറഞ്ഞത്? ഇവിടെ ഇത് എത്ര രൂപ കിട്ടേണ്ട മരമെന്നറിയോ? ആ മോലാളി കണ്ടു കഴിഞ്ഞാൽ എന്നെ തെറി വിളിച്ച എന്റെ ജോലിയും കളയും അയാള്. ഒന്ന് പഠിപ്പിച്ചു പറയുന്നു. ഇത് പിടിക്ക്. പുളിയും ചിറ്റിക്കൊന്നല്ല വേണ്ടത്. ഇപ്പുറത്തേക്ക് വാ. ഇത് കേട്ട് അറിഞ്ഞൂടാ ചേച്ചി, പേടിയാ. ഒരു കാര്യം ചെയ്യ്, ഇങ്ങോട്ട് വാ. പിടിക്കടാ. നല്ല മണം. ഏത് സ്പ്രേ ചേച്ചി? എന്തിനാ അറിഞ്ഞിട്ട്? അല്ല, എന്റെ അനിയത്തിക്ക് ഒരെണ്ണം മേടിച്ചു കൊടുക്കാനാ. അയ്യോ, വാങ്ങി കൊടുക്കല്ലേ. ഇതുപോലെ നല്ല മണമെന്ന് പറഞ്ഞ് പഞ്ചാര അടിക്കാൻ വേണ്ടി ഓരോ അലവലാദികൾ വന്ന് അങ്ങ് ഓട്ടം. പിടിക്കടാ. പതുക്കെ പതുക്കെ പതുക്കെ. ശരത് സക്സേനെ
എന്താണ് അവിടെ കാണിച്ചത്? ഏ? എന്റെ കണ്ണൊന്ന് തെറ്റിയപ്പോ നീ നിന്റെ തരികയുടെ സ്വഭാവം നീ എടുത്തല്ലോടി. അല്ല, പഠിപ്പിക്കാൻ പറഞ്ഞിട്ട് പോയതല്ലേ. എന്താ പാപ്പിച്ചാണ് ഇങ്ങനെയാണോ ദേഹത്തോട്ടാണോ പഠിപ്പിക്കുന്നത്? ഞാൻ ദേഹത്ത് പിടിച്ചില്ല. നീ ദേഹത്ത് പിടിച്ചില്ലേ? നീ എന്തിനാണ് പിടിക്കുന്നത്? നിന്റെ ദൃഷ്ടി പതിഞ്ഞാൽ തീർന്നു എന്ന് കരുതിയാ മതി. മനസ്സിലായോ? ഒരു കാര്യം ചെയ്, ചേട്ടൻ പഠിപ്പിച്ചു കൊടുക്ക്. പോണാ മലേഷ്യക്ക്. എന്റെ കത്തിയിട്. കത്തി നിലത്ത് എടുക്കണം. എടാ, ഈ റബ്ബർ വെട്ടെന്നൊക്കെ പറയുന്ന ഒരു കലയാണ്. കലയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരം അറിയരുത്. മനസ്സിലായോ? മരം അറിയാതെ അങ്ങനെ പാല് വരും. ഈ സൊസൈറ്റി പോയി മേടിക്കണം. ഒറ്റ പേട്ടത്തലക്ക് ഒരു വീക്കാൻ പറ്റും. എടാ, മരം അറിയരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരത്തിന് വേദനിക്കരുത്, കറ കിട്ടണ്ടേ. അപ്പൊ ഇത് തടിയിൽ കയറി കത്തിക്കൊള്ളരുത്. അതാണ് പറഞ്ഞത്. മനസ്സിലായോ? അങ്ങനെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. നൈസ് മുണ്ടടിച്ചിടാ. അല്ലേ, വേണ്ട, സേഫ് ഇതാണ്. ഇങ്ങനെ നൈസായിട്ട് വേണം. പണ്ട് ഞാൻ ബഹറിൽ വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് മരുഭൂമിയിൽ എവിടെയാ റബ്ബർ? റബ്ബറില്ലേ? കുവൈറ്റില്. അവിടെ ഇല്ല. കുവൈറ്റിൽ റബ്ബറില്ലേ? പിന്നെ അവിടെ എന്താ ഉള്ളത്? ഈത്തപ്പന. അതാണ്. ഞാൻ പണ്ട് ഈത്തപ്പഴം പനയെ കയറാൻ വേണ്ടി ഞാൻ ആദ്യത്തെ വിസ അതായിരുന്നു. അതിനുശേഷമാണ് ഞാൻ തിരുച്ചിറപ്പള്ളിയില് ഒരു മയിൽവാഹൻ എന്ന് പറയുന്ന ഒരു മുതലാളി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ ഒരു 15 വർഷം ഞാൻ ജോലി ചെയ്തു. മരം ഒന്നിന് 75 പൈസക്കാണ് ഞാൻ അവിടെ വർക്ക് ചെയ്തോണ്ടിരുന്നത്. 15 വർഷം. 15 വർഷവും? എടാ, 15 വർഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അന്ന് ഒറ്റത്തടിയല്ലേ, ചെറുപ്പം. ഡാഡി മമ്മി ആണെങ്കിൽ ചെറുപ്പത്തിലെ ഫ്ലൈറ്റ് ആക്സിഡന്റിൽ മരിച്ചുപോയി. ട്രെയിൻ ആക്സിഡന്റിൽ. വെളുപ്പിനെ അമ്മയും അച്ഛനോടെ റബ്ബർ വെട്ടാൻ ഇതുപോലെ ഇറങ്ങിയതാണ്. അപ്പൊ ഈ കാട്ടുപന്നികൾ കൂട്ടത്തോടെ ഇരച്ചു കയറി വന്ന് നിനക്ക് സന്തോഷമായല്ലോ. കണ്ടിന്യൂ. അങ്ങനെ അവര് പോയി. പിന്നെ ഞാൻ ഒറ്റത്തടിയല്ലേ, ഞാൻ അവിടെ 15 വർഷം ജോലി ചെയ്തതാണ്. പിന്നെ നമ്മൾ ഈ മരം വെട്ടുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ നമ്മള് വൃത്തി മെനയും വേണം. കുളിച്ചിട്ട് വരണം രാവിലെ. അതല്ല ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത്. ഈ റബ്ബറിന്റെ മൂട്ടിൽ വന്ന് ചിലവന്മാര് നമ്മൾ ഇത് വെളുപ്പിനെ നമ്മൾ വരുന്നതുകൊണ്ട് നമ്മൾ ഇത് കാണണമെന്നില്ല. അപ്പൊ അത് ചവിട്ടാതെ അത് സൂക്ഷിച്ച് വേണം നമ്മളത് അത് പ്രാക്ടീസ് ചെയ്യണം. കാണിച്ചു തരാം. ചില മരത്തിന്റെ ചവിട്ടിലൊക്കെ കുടുംബത്തോടെ വന്നിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെയാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത്. പെട്ടുപോകും നമ്മള്. നോക്കി പഠിച്ചോണം. ഇങ്ങനെയാണ് അത് കൈകാര്യം ചെയ്തത്. ഇതിച്ചിരി പാടാ. വീട്ടിൽ പോയി പ്രാക്ടീസ് ചെയ്തോളാം. പിന്നെ ഒരു സംശയമുണ്ട്. നിങ്ങളൊന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് തോട്ടത്തിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞോളൂ. ഇതിന്റെ അതിരെവിടെയാണ്? അതിന് ഞാൻ പറഞ്ഞുതരാം. ഈ റബ്ബറിന്റെ അങ്ങ് അറ്റത്ത് നമ്മുടെ ഒരു വെള്ള പെയിന്റ് അടിച്ച മതിലുണ്ട്. ഇവിടെ ഇന്നാ കാണത്തില്ല. നമ്മുടെ ഇലക്ട്രിസിറ്റി ഓഫീസിലെ ലക്ഷ്മിക്കുട്ടി എഞ്ചിനീയറിന്റെ വീടാണത്. ലക്ഷ്മിക്കുട്ടിയോ? ലക്ഷ്മിക്കുട്ടി എഞ്ചിനീയർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. ഈ നമ്മുടെ നാരായണ സാറിന്റെ അതിര് കാണുമ്പോ അവിടെ നിർത്തിക്കോണം. പിന്നെ അങ്ങോട്ട് പോകരുത്. അത് പുള്ളിയുടെ ബാക്കി. അപ്പൊ മറ്റേ തെക്കോശത്ത് കിടക്കുന്ന തെക്കത് പിളിയിലെ വർക്ക് ചെയ്ത സാറല്ലേ? PWD-യിലെ ആ സാറിന്റെ ആണ്. അതെങ്ങനെ അത് വരുന്നത്? അത് ആ സാറിന്റെയാണ്. അത് ഇപ്പുറത്തെ അങ്ങോട്ട് കടക്കരുത്. അത് സുരേന്ദ്രനാണെന്റെ അല്ലേ വടക്കേല്? എടാ, സുരേന്ദ്രൻ എന്റെ വടക്കേപ്പുറത്തെ സ്ഥലമാണ് സുരേന്ദ്രനുണ്ട്. അത് മറ്റേ പ്രൊഫസറിന്റെ കൂടെ ചേർന്നല്ലേ അത് കിടക്കുന്നത്? അതിന്റെ അതിരേല് നമ്മൾ ഇത് നീല പെയിന്റ് വെച്ച് ആ റബ്ബറിൽ വരച്ചിട്ടുണ്ട്. അവിടെ വെച്ച് നിർത്തിക്കോണം. അതാണ് ഈ വസ്തുവിന്റെ അതിരതാണ്. ഈ തോട്ടത്തിന്റെ അതിരതാണ്. അല്ല, അതല്ല അത്. പിന്നെ അവിടെ അല്ല അതിര് ശരിക്കും വരച്ചു കാണിക്കാനൊന്നുമില്ല. അതായത് ഈ ത്രിഗുണയെന്നും പറഞ്ഞ് കിടക്കുകയാണ് ഈ പറമ്പ്. മനസ്സിലായോ? അതാണ് പ്രശ്നം. അതാണ് നോക്കി വെട്ടിയില്ലെങ്കിൽ വല്ലവരും നിന്റെ കരണത്ത് വന്ന് വെട്ടും. എനിക്ക് നിങ്ങൾ പറഞ്ഞ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതിഞ്ഞെടു ഇനി ഇവിടെ അതായത് ഇപ്പോ ഈ വസ്തു ചതുരത്തിലല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് ത്രിഗുണയെന്ന് കിടക്കുകയാണ്. കണ്ട, ഇങ്ങനെയാണ് ആ വസ്തുവിന്റെ കിടപ്പ്. ഇതിങ്ങനെ കിടക്കുമ്പോ ഇവിടെ കേട്ടോ, ഇതാണ് ഞാൻ പറഞ്ഞില്ലേ മറ്റേ ലക്ഷ്മിക്കുട്ടി എഞ്ചിനീയർ. അവിടെയാണ് ഈ അതിരാണ്. ഇവിടെയാണ് PWD-യുടെ അതിര്.
മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ? കൺഫ്യൂഷൻ മാറിയ ഇപ്പൊ ഓക്കെയാണ്, ശരിയാണ്. ഈ ഭാഗത്ത് നീല വര വരച്ചിട്ടുണ്ട്, അതിന്റെ അപ്പുറം പോകരുത്, ഇവിടെ വെള്ളം മതില്. മനസ്സിലായി. അതാണ് ഞാൻ പറഞ്ഞത്. മോൻ ഇത് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ മലേഷ്യ ചെന്നിട്ട് നിനക്ക് ഞാൻ ഒരു വിസ അയച്ചു തരും. അണ്ണന് മലേഷ്യ പോകാൻ പറ്റത്തില്ല. അതെന്താ എനിക്ക് മലേഷ്യ പോയാല്? അല്ല, ഈ പാസ്പോർട്ടും വിസ ഇല്ലാതെ എങ്ങനെ മലേഷ്യ പോകും? എന്റെ പാസ്പോർട്ടും വിസയിലൂടെ അയ്യോ 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 എന്റെ പാസ്പോർട്ട് ഞാൻ തന്നെ വലിച്ചു കയറി. വിസ അടിച്ച പേപ്പറാണ് ഈ കീഴ് കളഞ്ഞേക്കുന്നത്. അയ്യോ അയ്യോ, ഞാൻ ഇനി എങ്ങനെ മലേഷ്യ പോവാ? അണ്ണൻ ഇനി മലേഷ്യ പോകാൻ പറ്റത്തില്ല. ഇനി അണ്ണ ഒരു കാര്യം ചെയ്യും, അതുകൊണ്ട് നടക്കുന്ന ഒട്ടുപാല് കണ്ട അതെടുത്ത് ആ സർവേക്കളുടെ മേലിൽ കയറുന്ന കിഴക്കോട്ട് നോക്കി നീട്ടി ഒരു വലിയ വെച്ചു കൊടുക്കും.